ബിജെപിയുടെ ഒരു പ്രധാന മുദ്രാവാക്യം ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രമായിരുന്നു. ജഗന്നാഥ ക്ഷേത്രത്തിൽ വലിയ കൊള്ളയാണ് നടന്നത്. അവിടുത്തെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും സ്വർണ്ണങ്ങളും രത്നങ്ങളുമുള്ള ഒരു ക്ഷേത്ര ഭണ്ഡാരമാണ്. ആ ഭണ്ഡാരത്തിന് താക്കോൽ കുറച്ചുനാൾ മുമ്പ് കാണാതെ പോയിരുന്നു, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ നടന്നതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുരാതനമായ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം, ഒഡീഷയുടെ ഒരു പ്രധാന വരുമാന മാർഗമായ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ 4 പ്രധാന കവാടങ്ങളിൽ 1 മാത്രമാണ് തുറന്നിരുന്നത്, 3 കവാടങ്ങളും അടച്ചിട്ടിരുന്നു. ഇത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് അടച്ചതെങ്കിൽ പോലും പിന്നീട് തുറന്നു നൽകാൻ അവിടുത്തെ അന്നത്തെ ബിജു ജനതാദൾ സർക്കാർ തയ്യാറായില്ല. ബിജെപിയുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ ഒന്നായിരുന്നു, തങ്ങൾ അധികാരത്തിൽ കയറിയാൽ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ 4 കവാടങ്ങൾ, ക്ഷേത്ര കവാടങ്ങൾ തുറക്കുമെന്ന്. ഇത് പറയുക മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിലെടുത്ത ആദ്യ തീരുമാനവും അത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ അടിയന്തര ആവശ്യം, ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായി, അതിൻ്റെ പണത്തിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു. 500 കോടിയുടെ കോർപ്പസ് ഫണ്ടാണ് രൂപീകരിക്കുന്നത്. ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിന് 4 കവാടങ്ങൾ തുറന്നു നൽകുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മന്ത്രിമാരെല്ലാം പുരിയിലെത്തുകയും ഇന്ന് പുലർച്ചെ എല്ലാ മന്ത്രിമാരും ജനങ്ങളും വിശ്വാസികളും ചേർന്ന് 4 കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ഭക്തർക്കായി പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സുഭദ്ര യോജന പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 100 ദിന പരിപാടി, ആദ്യത്തെ 100 ദിവസം എന്തൊക്കെ ചെയ്യുമെന്നുള്ള മന്ത്രിസഭാ യോഗമാണ് ഇന്നലെ ചേർന്നത്. അതിൽ സ്ത്രീകൾക്ക് സുഭദ്ര യോജന എന്നൊരു പദ്ധതി, അതിൽ 50,000 രൂപ വരെയുള്ള ക്യാഷ് വൗച്ചറുകൾ സ്ത്രീകൾക്ക് നൽകുക. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകും സ്ത്രീകളുടെ ഉന്നമനത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഒഡീഷയിലെ പുതിയ സർക്കാരിൻ്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾക്കായിട്ട് അനവധി പദ്ധതികളാണ് ഈ 100 ദിനം കൊണ്ട് നടപ്പാക്കാൻ ഒഡീഷ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.